உன்னை கேன் சாப் பார்க்க வந்திருக்கு. ഖാൻ? എന്ത ഖാൻ? ഞമ്മളാണ് മോനെ ഖാൻ, ഖാൻ സാഹിബ്. നരിയായിട്ടാണ് ഈ അകത്ത് കിടന്നെന്നറിഞ്ഞ് രാഷ്ട്രീയ കുറ്റവാളികളോട് കോടതിക്കും ബഹുമാനമാണല്ല. ഈ പൊളിറ്റിക്കൽ പ്രശ്നേഴ്സിന് ജയിലും ഉണ്ടല്ലോ ഒരു അന്തസ്. അന്റെ ബുദ്ധി നമ്മൾ സമ്മതിച്ചിരിക്കുന്നു പകയാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതോ ഞമ്മക്കൊന്നും വേണ്ട. ഗൾഫിലിരിക്കുന്ന നമ്മുടെ ബായിക്ക് മിസ്റ്റർ ഡേവിഡ് ഡെബ്രഹാം, പുള്ളിക്കാരന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബായിയുടെ എ കമ്പനിപ്പെട്ടവരാണ് അന്റെ ചരിത്രം പറഞ്ഞത്. കൽക്കത്തയിലെ അരുൺ മുഖർജിയുടെ കള്ളച്ചാറായ കടത്തി തുടങ്ങി നാടൻ ബോംബുകളും കള്ളത്തോക്കും ആയുധമാക്കി ടോളിഗഞ്ചിലെ അറിയപ്പെടുന്ന ദാതയെ ജയിലിൽ പലതവണ കയറി ഇറങ്ങിയിട്ടുമുണ്ട്. ഒടുവിലെ ഡോക്കിയാർഡിലെ ഗുണ്ടാത്തലവൻ ബാട്ടിയായെ വെട്ടിക്കൊന്ന് ഒളിവിലായി. അവിടെ പോലീസ് പിടികൂടുമെന്ന് കണ്ടപ്പോ ഈ തെക്കോട്ടുചാരി. ഇടയിൽ 5-6 കൊല്ലം പട്ടിണി കിടന്ന് കൽക്കത്ത തെരുവിൽ അലഞ്ഞിട്ടുണ്ട്. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത ബംഗാളി തീവ്രവാദി സംഘത്തോടൊപ്പം ചേർന്ന് ഞാൻ പൊരുതിയിട്ടുണ്ട്. പാവം മനുഷ്യരുടെ ചോര കുടിച്ച് വീർത്ത വർഗശത്രുക്കളുടെ കൊട്ടാരങ്ങളിലും അവന്മാർക്ക് കാവൽ നിൽക്കുന്ന കാക്കി ഉടുപ്പിട്ട ചെന്നായ്ക്കളുടെ മടകളിലും ഞാൻ ബോംബെറിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞു കാണില്ല, ആരും നിങ്ങളോട് പറഞ്ഞു കാണില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പറ. അതോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. എന്ത് വില കൊടുത്തും അന്നെ ഇവിടുന്ന് പുറത്തിറക്കണമെന്നാണ് ബായി പറഞ്ഞേക്കണം. തൽക്കാലം ജാമ്യത്തിലായാലും മതി, അതാണല്ലോ എളുപ്പം. ഈ എന്റെ കാര്യം നോക്കിനേ, പെറ താട കൊലപാതകം ഭവനവേദനം എന്റെ അല്ലോ 10-17 കേസിലെ പ്രതിയാണ് നമ്മള്. ഇപ്പൊ ജാമ്യത്തിറങ്ങി നിൽക്കുകയാണ്. അടുത്ത കാലത്തെങ്ങാനും നമ്മുടെ കേസെടുക്കും തോന്നുന്നുണ്ടാ? അപ്പൊ ജാമ്യം തന്നെയാണ് നല്ലത്. പിന്നെ ബായി പറഞ്ഞത് അന്നെ നേരമായിട്ട് ഏത് ബായി? ഇന്റെ റബ്ബേ, തനിക്ക് അയാൾ വലിയവനായിരിക്കും. ബോംബെയിൽ അവന്റെ താങ്ങാനായിട്ടെ കുറെ കമ്പനിക്കാരുണ്ടെന്ന് എനിക്കറിയാം. ഗൾഫിലിരുന്ന് അവൻ റിമോട്ട് കൺട്രോളിനകത്ത് പുളുത്തുമ്പം ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാനായിട്ട് എന്നെ കിട്ടത്തിൽ അവനോട് പോയി പറ. അല്ലോ നമ്മൾ തമ്മിൽ ഭയക്കടിക്കേണ്ട ഒരു കാര്യമില്ല മോനെ. ബായി എന്നെ സഹായിക്കാന്ന് പറയണത് അന്നോടുള്ള ഇഷ്ടം കൊണ്ടായിക്കൂടെ? എനിക്കിഷ്ടം വേണ്ട ഒരു തന്നെ. എടാ പകയാ, ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ടാ? ഈ കുത്തിരിന്ന് ആലോചിക്കണേ. ഇനിയൊന്നും ആലോചിക്കാനില്ല, നമുക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ നല്ലത്. എന്നിട്ട് പുറത്തിറങ്ങിയ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വഴിക്ക് പോവാം. കഴിവറ മോനെ, തന്തയ്ക്ക് പറക്കാത്ത വഴി പറയുന്നോ? ഇയാൾ അരിശപ്പെടുന്നതിനാ ഒരു പോലീസ് ഓഫീസറെ കുത്തി കയറിയ കേസിൽ നമ്മൾ അകത്തായത്. പെട്ടെന്ന് രക്ഷപ്പെടുന്നു തോന്നുന്നുണ്ടോ? അല്ലെങ്കിലും ചൗധരി, റാഫി, ഇസ്മയിൽ സെറ്റ് ഇവരുടെ കൂടെയൊക്കെ നമ്മൾ ജോലി ചെയ്തില്ലല്ലേ? അതിലും മോശമൊന്നുമില്ല ഡേവിഡ് എബ്രഹാം. എങ്കിൽ നീ ചിലടാ പുല്ലേ അവന്റെ കോണം കഴുകി കൊടുക്കാൻ. എന്നെ അതിന് കിട്ടില്ല. എനിക്ക് വേണ്ട, ഇവിടെ തന്നെ അടക്കാം. ഒരു കണക്കിന് അതാ സുഖം. ബോംബെ ആർദർ റോഡ് ജയിലിൽ 1.5 വർഷം പെട്ടില്ലേ? അന്നാ ശരിക്കും ഞാൻ മനസ്സമാനത്തോടെ ജീവിച്ചത്. ഏതവന്റെ കത്തിമുനിയാ നെഞ്ചി കയറുന്നത്, എവിടുന്നാ വെടിയുണ്ട ചേറി വരുന്നത്, ഒന്നും പേടിക്കണ്ടല്ലോ. നമ്മളെ പിടിക്കാൻ ഓടി നടക്കുന്നവർ തന്നെയാ നമ്മുടെ രക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നത്. അതാ വേറൊരു രസം. പിന്നെ കൈ കാശുണ്ടെങ്കിൽ കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, അവിടെ കിട്ടാത്ത ഒന്നുമില്ല. ഇവിടത്തെ സ്ഥിതി എന്താണാവോ? ചോറും ചാറൊന്നും ഇല്ലെങ്കിലും പെണ്ണിന്റെ ചൂരെങ്കിലും കിട്ടാതെ. പെണ്ണ് നിന്റെ என்னையோ நைட் ஆனா சுமார் மாட்டீங்களா? என்னடா என்ன இங்க சத்தம்? எந்த தேவடு பையனா டார்ச் அடிக்குது? லைட் ஆஃப் பண்ணடா நாயே. ஏன்டா உயிர் போற மாதிரி கத்துற? பின்ன ഞാൻ ചിരിക്കണോടാ പട്ടി. വേണ അവൻ കാൻസാപ്പട ആള്. വാ പോല. ചിരിച്ചോ? പെണ്ണെന്ന് പറഞ്ഞാ തനിക്ക് അറപ്പാ, ഒരു തരം കലി. പക്ഷേ എനിക്കങ്ങനല്ല. കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട എന്റെ മനസ്സിന്റെ താളം തെറ്റും. പിന്നൊരു തരം ഭ്രാന്ത. 10-28 വയസ്സായി. ലോക്കപ്പും ജയിലും വിട്ട് കഴിയുന്നതിനിടയ്ക്ക് ഒന്നിനെ കിട്ടി എങ്ങനെയാ കുടുംബം പോറ്റ? തനിക്ക് അതിലൊന്നും ആവശ്യമില്ലല്ലോ. ഞാൻ അഡ്വക്കേറ്റ് ഐസക് ജോൺ. സ്ഥിരമായി കാൻസാബിന്റെ കേസ് മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങളുടെ കേസിന്റെ ഗൗരവം അറിയാമല്ലോ. കുത്തേറ്റ പോലീസ് ഇൻസ്പെക്ടർ ഇതുവരെ ആശുപത്രി വിട്ടിട്ടില്ല. ഭാഗ്യം കൊണ്ട് കാറ്റ് പോയില്ലെന്ന് മാത്രം. ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ
അതും ബ്രോഡ് ഡേ ലൈറ്റിൽ. ഭ്രാന്തല്ലേ മിസ്റ്റർ നിങ്ങൾ കാണിച്ചത്? ഏയ്, കണാ ഗുണ സംസാരിക്കാതെ കേസിന്റെ കാര്യം പറയടോ. Attempt to murder. Section 307 IPC. Imprisonment for 10 years and fine. Or life imprisonment. ജഡ്ജിയെ സ്വാധീനിക്കുക, എതിർഭാഗം സാക്ഷിയെ വകവരുത്തുക, ഇതൊന്നും ഇവിടെ നടപ്പില്ല. വാടക പ്രതികളെ ഉണ്ടാക്കണം. കുത്തേറ്റ പോലീസ് ഓഫീസറെ കൊണ്ട് പ്രതിയെ തിരിച്ചറിയില്ല എന്ന് പറയിപ്പിക്കണം. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബെയിൽ കിട്ടാതിരിക്കില്ല. ഈ വക്കാലത്തൊന്ന് ഒപ്പിട്ടേക്കും. ഇതാരാണെന്ന് മനസ്സിലായില്ലേ? നാൻസി, സിനി ആർട്ടിസ്റ്റാണ്, സൗത്തിലെ സൂപ്പർ സ്റ്റാറാ. ഈ നിങ്ങൾ ഇങ്ങനെ നോക്കി ഖാൻ സാഹിബിന് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. വരണം. ഇവര് ഖാൻ സാഹിബിന്റെ ആരാന്നാ പറഞ്ഞത്? താഴോട്ട് വരണം, എല്ലാം പറയാം. അതെ, അവരുടെ അമ്മ ഖാൻ സാഹിബിന്റെ എന്താ പറയാ ഭാര്യയെ പോലെയാണ്. ഈ പെണ്ണ് അങ്ങേരുടെ മകളാണെന്നാണ് ചിലർ പറയുന്നത്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ പോയി ഖാൻ സാഹിബിനെ വിളിച്ചോണ്ട് വരാം. ഈ കൊല നടത്തിയത് നഞ്ചപ്പ ഗൗഡരാണ്. നേരത്തെയുള്ളൊരു വൈരാഗ്യം ഓൻ തീർത്തതാണ്. കോടതി മുറി വെച്ച് ഇങ്ങനൊരു കൃത്യം ചെയ്യാൻ മറ്റൊരുത്തനും ധൈര്യപ്പെടില്ല. അതും നമ്മുടെ ബായി ഡേവിഡ് എബ്രാഹാമിന്റെ അളിയന്. ഗൗഡറുടെ ശക്തി മനസ്സിലായില്ലേ? പോലീസിലും ഗവൺമെന്റിലും ഓന് ഭയങ്കര സ്വാധീനമാണ്. അറുകൊല ചെയ്യാൻ മടിക്കാത്ത ഗുണ്ടകളെയാണ് ഓൻ വളർത്തിക്കൊണ്ട് വരണത്. അതിൽപ്പെട്ട ഒരു കോളിരാജനും പാർട്ടിയുമാണ് ഇത് ചെയ്തത്. അന്നും ഒരു കോളേജ് നമ്മൾ തിരക്കുകയായിരുന്നു. അവൻ കേരളത്തിലേക്കാ കടന്നതെന്നും കേരളത്തിൽ എവിടെയുണ്ടെന്നും ഇപ്പോഴാണ് ഞമ്മക്ക് പൊടി കിട്ടിയത്. നമ്മുടെ ആൾക്കാരെ വിട്ട ഓൻ തിരിച്ചറിയും. സ്ഥലത്തിറങ്ങുന്നതിന് മുമ്പ് ഏറ്റുമുട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഓന് പരിചയമില്ലാത്ത ഇങ്ങളെ നമ്മൾ ജോലി ഏൽപ്പിക്കണത്. ഇപ്പൊ പൊടി കിട്ടിയ അവിടെ മറ്റു ബലത്തിൽ സഹായിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്. എന്നാലും ഈ സൂക്ഷിക്കണം. കോളിരാജൻ മോശക്കാരനല്ല. നേരിട്ട് എന്ന് അവനോട് നമ്മൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ല എന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു കൊമ്പന്റെ കീഴിൽ നിൽക്കാൻ എന്നെ കിട്ടില്ല. മറ്റൊരാൾ പറയുന്ന അനുസരിച്ച ശീലവും എനിക്കില്ല. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ നോക്കാം. അല്ല മോനെ, നമ്മൾ പറഞ്ഞത് അങ്ങനെയല്ല. ഖാൻ സാഹിബിന് മറ്റുള്ളവരോട് കൽപ്പിച്ച ശീലമേ ഉള്ളൂ. ഇപ്പോ യവന്റെ കൽപ്പന അനുസരിക്കേണ്ടി വരും തോന്നുന്നു. ഏതാ ഇവൻ? എ ഡെയർ ഡെവിൾ.
ഓക്കെ നമ്മൾ സമ്മതിച്ചിരിക്കണം.